ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. ആം ആദ്മിയും കോൺഗ്രസും BJPയും ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്നുണ്ട്. വിനീത VG ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, എങ്ങനെയുണ്ട് മൂടൽമഞ്ഞ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹിയിൽ അതിശൈത്യം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് യമുന ഘട്ടിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ശക്തമായിട്ടുള്ള പുകമഞ്ഞുണ്ട്. ഒപ്പം തന്നെ ഈ ശൈത്യകാലത്ത് യമുനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നിലായി കാണുന്ന ഈ പക്ഷികൾ, ഇത് ഈ യമുന തീരത്തേക്ക് ശൈത്യകാലത്തേക്ക് എത്തുന്ന വിരുന്നുകാർ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ പക്ഷികളെ കാണുന്നതിനും മറ്റുമായി എത്തുന്ന നിരവധി ടൂറിസ്റ്റുകൾ, ഇങ്ങനെ യമുന കേന്ദ്രം ടൂറിസ്റ്റുകളാൽ ഈ ഒരു ശൈത്യകാലത്ത് സമ്പന്നമാവുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കേരളത്തിൽ നിന്നടക്കമുള്ള ടൂറിസ്റ്റുകൾ ഈ യമുന ഘട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ഈ യമുന ഘട്ടിലെയും ഈ പക്ഷികളെയും കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് നാളെ പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു ചെറിയ സ്റ്റോറി തന്നെ നമ്മൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എസ് കെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, മറുവശത്ത് ഇങ്ങനെ കൊടും തണുപ്പിലേക്ക് ഡൽഹി പോകുമ്പോൾ മറ്റേ വശത്ത് ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പ്രചരണവുമായി എല്ലാ പാർട്ടികളും രംഗത്ത് സജീവമാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഇന്നലെയും ആം ആദ്മി പാർട്ടിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലേക്കുള്ള കേസുകൾ അടക്കം എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. കോൺഗ്രസ് പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളാണ് ഇതിനോടകം നൽകിയിരിക്കുന്നത്. 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്നു, റേഷൻ കിറ്റുകൾ സൗജന്യമായി നൽകുന്നു, ഇങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ 500 രൂപയ്ക്ക് നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെയാണ് കോൺഗ്രസും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. BJPയും ശക്തമായിട്ടുള്ള പ്രചരണവുമായി രംഗത്തുണ്ട്. നിലവിൽ 68 മണ്ഡലങ്ങളിലാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 മണ്ഡലങ്ങൾ അവർ സഖ്യകക്ഷികൾക്കായി വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്നും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന റാലി ഡൽഹിയിലെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രചരണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി അദ്ദേഹം ഈ 3 വർഷക്കാലം ഡൽഹിയിലേക്ക് ഭരിച്ച ഡൽഹിയിലെ നേട്ടങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അത് നേട്ടങ്ങളല്ല, കോട്ടങ്ങളാണെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ ശക്തമായിട്ടുള്ള പ്രചരണവുമായി കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ സജീവമാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. പ്രമുഖ നേതാക്കളൊക്കെ ഇതിനോടകം തന്നെ പത്രികാ സമർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എസ് കെ. താങ്ക് യു വിനീത VG. ഡൽഹിയിൽ നിന്നാണ് വിനീത VG സംസാരിച്ചത്.